ആലോചിക്കാറുണ്ട് കേട്ടോ, ഞാൻ എന്തിനാണ് ഇതൊക്കെ ഫേസ് ചെയ്യണത്? എന്നെ എന്തിനാണ് ദൈവം ഇതിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്? എന്നെ എന്തിനാണ് ദൈവം ഈ കുരിശെടുപ്പിക്കുന്നത്? എന്തിനാ എന്നെ ഈ തീയിലൂടെ കടത്തിക്കൊണ്ട് പോകുന്നത്? ആ തീയിലൂടെ കടന്ന് കഴിഞ്ഞ് എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. കടന്നു കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് കഴിയുമ്പോൾ കർത്താവ് പറയും, ഇപ്പൊ മനസ്സിലായില്ലേ തീ എന്താണെന്ന്? മനസ്സിലായില്ലേ? തീയിലൂടെ എങ്ങനെ കടന്നു പോകണ്ടേന്ന് മനസ്സിലായില്ലേ? ഈ തീയിൽ നിൽക്കുന്ന അനുഭവത്തെ കുറിച്ച് മനസ്സിലായില്ലേ? ഇനി അത് ജനത്തിനോട് പറയുക. അപ്പൊ ഒരു 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 വ്യക്തിയുടെ സമർപ്പണത്തിന്റെ ആഴം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടൊക്കെയാണ് നമ്മളോട് പറയുന്നത് സന്യസ്തർക്കെതിരെ നമ്മൾ സംസാരിക്കരുതെന്ന്. ചില നല്ലവരും മോശമായ ആളുകളും അവരിൽ ഉണ്ടാകും. പക്ഷെ എങ്ങാനും നിങ്ങളൊരു നല്ല ആൾക്കെതിരെയാണ് സംസാരിക്കുന്നതെങ്കിലും പ്രിയമുള്ളവരെ, ദൈവിക അനുഗ്രഹങ്ങൾ വെറുതെ കിട്ടില്ല. അതിനൊരു വലിയ സമർപ്പണം ആവശ്യമുണ്ട്. രാജാവിനെ കാണാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കരുതണോ അല്ലെ? അപ്പൊ ദൈവം കാരുണ്യവാനാണ്, ദയാനിധിയാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ സ്വർഗത്തിൽ നിന്നും എന്തെങ്കിലും നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും സ്വർഗത്തിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. ഒരു പക്ഷെ നമ്മുടെ പാപങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ അതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമ്മൾ തന്നെ റീതിങ്ക് ചെയ്യുക, എന്നിട്ട് അത് അംഗീകരിക്കുക. ശരിയാ, എനിക്ക് തെറ്റുപറ്റി, ഇതങ്ങ് എടുത്ത് എന്നോട് ക്ഷമിക്കണം എന്ന് ചോദിക്കുക. അന്നത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം നമ്മുടെ ജീവിതത്തിന്റെ ഒരു സമർപ്പണത്തിന്റെ തലമുണ്ട്. അതെന്തുമാത്രം വൈഡാണോ അത്രമാത്രം നിങ്ങൾ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സോ ചിലപ്പോൾ നിങ്ങളുടെ സമർപ്പണം എന്ന് പറയുന്നത് ഭൂമിയിൽ ഒരാൾ പോലും നിങ്ങളെ സ്നേഹിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ ദൈവം നിങ്ങളെ നിർത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട്, അത് എന്താ പരിപാടി? അതിങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ഇത് ശരിയല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ നിർത്തുമ്പോൾ നിങ്ങളുടെ മുഴുവൻ കോൺസെൻട്രേഷനും ദൈവത്തിലേക്ക് പോവാണ്. സ്ട്രഗിൾ ആണ് അത്. എങ്കിൽ തന്നെയും ആ ദൈവസ്നേഹത്തെ കുറിച്ച് നിങ്ങൾ ഒരു ദീപമായിട്ട് മാറേണ്ട ആളായിരിക്കും. നിങ്ങളൊരു തിരിയായിട്ട് കത്തേണ്ട ആളല്ല, ഒരു തീപ്പന്തമാകേണ്ട ആളായിരിക്കും. സോ നിങ്ങൾ ജ്വലിച്ചേ പറ്റൂ. അതിന് നിങ്ങൾക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടി വരുമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും കർത്താവ് ഒരു പക്ഷെ നിങ്ങളെ കടത്തിക്കൊണ്ട് പോകുന്നതിന് പുറകിൽ നിങ്ങൾക്ക് പുറകെ വരുന്ന ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ പുറകെ വരുന്ന ഒരു നിങ്ങളുടെ സഹോദരങ്ങളെയൊക്കെ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യേണ്ടത് നിങ്ങളെ പഠിപ്പിക്കാനായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വളരെ പ്രയാസങ്ങളാണ്. ചൈൽഡ്ഹുഡ് മുതലേ എല്ലാ തരത്തിലുള്ള പ്രയാസത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ജീവിതം ഇന്നും നൊമ്പരം തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ അയാൾ മറ്റുള്ളവരോട് ഇടപെടുന്ന സമയത്ത് വളരെ എമ്പത്തറ്റിക് ആയിട്ട് പെരുമാറും. എനിക്ക് അത്ഭുതം തോന്നി. ജീവിതം നിങ്ങളോട് എല്ലാ തരത്തിലുള്ള തോന്നിവാസം ചെയ്തു കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ ജീവിതത്തിൽ മറ്റുള്ളവരോട് കരുണയോടെ ഇടപഴകാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളല്ല അത്, നിങ്ങളുടെ ഉള്ളിലെ ദൈവമാണ്. എല്ലാ ദിവസവും പള്ളി പോകുന്ന ആളൊന്നുമല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കി അവന്റെ ഹൃദയത്തിൽ ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിനകത്ത് ഒരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിന്റെ ശക്തിയാൽ മാത്രമേ അവരത് സാധിക്കത്തുള്ളൂ. കാരണം ജീവിതം അവനോട് എല്ലാ കാലത്തും തോന്നിവാസം കാണിച്ചിട്ടുണ്ട്. സോ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയായിരിക്കും. എല്ലാതരം പരാജയങ്ങളിലൂടെയും സങ്കടങ്ങളിലെയും നിങ്ങളെ കടത്തിക്കൊണ്ട് പോയിട്ട് ദൈവം നിങ്ങളോട് ചിലപ്പോൾ ഇതായിരിക്കും ചോദിക്കണം, മക്കളെ, ലോകത്ത് ഒരുപാട് ദുരിതവും ദുഃഖവും അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. അവരോട് കരുണ കാണിക്കാൻ ആളില്ല. നിനക്ക് കരുണ കാണിക്കാമോ? അവരെ സഹായിക്കാൻ ആളില്ല. അവരെ സഹായിക്കാമോ? അവരൊന്ന് പിടിച്ചുയർത്താമോ? നിന്റെ മുമ്പിൽ വരുന്ന കുറച്ച് പേർക്ക് വെളിച്ചം നൽകാൻ വേണ്ടി നിനക്കൊരു തീപ്പന്തമായിട്ട് കത്താമോ? ദൈവം നിങ്ങളോട് അത് ചോദിക്കുമ്പോൾ എസ് എന്ന് പറയാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കട്ടെ.